ഇന്ന് കേരളം ഒന്നായി കാത്തിരിക്കുന്ന ഒരു ശിക്ഷാവിധി വരുന്നത് തിരുവനന്തപുരം പാറശാലയിലെ ഷാരോൺ രാജിനെ കൊലപ്പെടുത്തിയ കേസിൽ തന്നെയാണ്. ഇന്ന് കോടതി ശിക്ഷ വിധിക്കും. ഒന്നാം പ്രതിയായ ഗ്രീഷ്മയുടെയും മൂന്നാം പ്രതിയായ നിർമ്മൽ കുമാറിന്റെയും ശിക്ഷയാണ് നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതി ഇന്ന് പ്രഖ്യാപിക്കുക. 11 മണിക്കായിരിക്കും കോടതി നടപടികൾ ആരംഭിക്കുക. അതിന് പിന്നാലെ തന്നെ ശിക്ഷാവിധി വരും എന്നാണ് കരുതുന്നത്. വിശദാംശങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് മുഹമ്മദ് ആഷിഖാണ് നൽകുക. ആഷിഖ്, ഗുഡ് മോർണിംഗ്. ഇന്ന് എന്താകും ഗ്രീഷ്മയ്ക്കും അതുപോലെ തന്നെ അമ്മാവൻ നിർമ്മൽ കുമാറിനും ശിക്ഷ വിധിക്കാൻ പോകുന്നത് എന്ന് ഉറ്റുനോക്കുകയാണ് കേരളം ഒന്നാകെ. പരമാവധി ശിക്ഷ തന്നെ ലഭിക്കുമെന്നാണ് പ്രോസിക്യൂഷനും അതോടൊപ്പം തന്നെ ഷാരോൺ രാജിന്റെയും കുടുംബം പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായും ദിവ്യ, അത് തന്നെയാണ് ദിവ്യ പറഞ്ഞതുപോലെ കേരളം ഉറ്റുനോൽക്കുന്ന ഒരു വിധിയാണ് ഷാരോൺ കേസിൽ വരാനിരിക്കുന്നത് എന്നുള്ളതാണ്. 2022 ഒക്ടോബറിലായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട സംഭവങ്ങളുടെ തുടക്കം. ഷാരോൺ രാജ് എന്ന ചെറുപ്പക്കാരൻ ശാരീരിക അവശതകളെ തുടർന്ന് ആശുപത്രിയിലാവുകയും അതിനെ തുടർന്ന് നടത്തിയ ചില അന്വേഷണങ്ങളാണ് ക്രൂരമായ ഒരു കൊലപാതകത്തിന്റെ പിന്നാമ്പുറങ്ങളിലേക്ക് ചെന്നെത്തിക്കുന്നത്. അത് 4 വർഷം നീണ്ടു നിന്ന പ്രണയത്തിന് ശേഷം തന്റെ സുഹൃത്തായ ഗ്രീഷ്മ ജ്യൂസിൽ ഗുരുതരമായ കീടനാശിനി കലർത്തിക്കൊടുത്ത് കൊല്ലാനുള്ള ബോധപൂർവമായ ഒരു ശ്രമം നടത്തി എന്നുള്ള വിവരങ്ങൾ അന്വേഷണത്തിൽ പുറത്തു വന്നത് ഞെട്ടലോടെയായിരുന്നു കേരളം കേട്ടത്. ദീർഘമായ അന്വേഷണങ്ങൾക്ക് ശേഷമാണ് ഈ പ്രതികളെ കുറ്റപത്രത്തിൽ ചേർത്തുകൊണ്ട് ഉള്ള അന്വേഷണ സംഘത്തിന്റെ നടപടികൾ അടക്കം നടന്നത്. പിന്നീട് ഗ്രീഷ്മ അടക്കമുള്ള പ്രതികൾ ജയിലിലാവുകയും ചെയ്തിരുന്നു. തുടർന്നാണ് വിചാരണ അടക്കം നടന്നത്. കഴിഞ്ഞ ഒക്ടോബറിലാണ് വിചാരണ നടന്നത്. മാസങ്ങൾ നീണ്ടുനിന്ന വിചാരണയ്ക്കൊടുവിലാണ് ഇന്നലെ അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം ഈ പ്രതികൾ ഒന്നാം പ്രതിയും മൂന്നാം പ്രതിയും കുറ്റക്കാരാണ് എന്ന വിധി നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതി പ്രഖ്യാപിക്കുന്നു. ഒന്നാം പ്രതി ഗ്രീഷ്മയും മൂന്നാം പ്രതി അമ്മാവൻ നിർമ്മലകുമാരൻ നായരും കുറ്റക്കാരാണ് എന്ന് കണ്ടെത്തുകയായിരുന്നു. അതേസമയം തെളിവുകളുടെ അഭാവത്തിൽ ഗ്രീഷ്മയുടെ അമ്മ സിന്ധുവിനെ ഒഴിവാക്കുകയായിരുന്നു, പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഇവർക്ക് ഈ രണ്ടുപേർക്ക് ഏത് തരത്തിലുള്ള ശിക്ഷാവിധിയാണ് നൽകുന്നത് എന്നുള്ളത് ഇന്നറിയാം. ഇന്ന് 11 മണിയോടെ കോടതി ഈ കേസ് പരിഗണിക്കും. പ്രോസിക്യൂഷൻ വാദം അപൂർവങ്ങളിൽ അപൂർവമാണ് ഈ കേസ്. അതുകൊണ്ട് തന്നെ ഏറ്റവും പരമാവധി ശിക്ഷ നൽകണം എന്ന ആവശ്യം പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. വധശിക്ഷ തന്നെ നൽകണം എന്ന ആവശ്യമാണ് ഉണ്ടാകുന്നത്. അതിൽ ചെകുത്താന്റെ മനസ്സാണ് ഇതിൽ പ്രതിയായ ഗ്രീഷ്മയ്ക്കുള്ളതെന്നും ആസൂത്രിതമായി കരുതിക്കൂട്ടിയ ഒരു കൊലപാതകം നടത്തുകയായിരുന്നു എന്നുള്ളതുമാണ് ഈ പ്രോസിക്യൂഷൻ എടുത്തു കാണിക്കുന്നത്. അതേസമയം പ്രതിഭാഗത്തിന് ഗ്രീഷ്മയുടെ പ്രായമടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുള്ള ചില പരിഗണനകൾ നൽകണം എന്ന ആവശ്യം ഉന്നയിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് പഠനം ഇനിയും പൂർത്തിയാക്കാനുണ്ട്. കൂടാതെ ഷാരോണിന്റെ ഭാഗത്തുനിന്ന് മാനസികമായ പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്ന ആളാണ് ഗ്രീഷ്മ. അത്തരം കാര്യങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ട് മാത്രമേ ഒരു ശിക്ഷാവിധി പുറപ്പെടുവിക്കാവുള്ളൂ എന്ന ആവശ്യമാണ് പ്രതിഭാഗത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. ഈ ഇരുവാദങ്ങളും കോടതി വിശദമായി കേട്ടതാണ്. മാസങ്ങളോളം നീണ്ടു നിന്ന വാദപ്രതിവാദങ്ങൾക്ക് ഒടുവിൽ തന്നെയാണ് ഇരുവരും കുറ്റക്കാരാണെന്ന്, ഒന്നാം പ്രതിയും മൂന്നാം പ്രതിയും കുറ്റക്കാരാണെന്ന വിധി കോടതി നടത്തുന്നത്. അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി KM ബഷീറാണ് ഇന്ന് വിധി പ്രഖ്യാപിക്കുക. 11 മണിയോടെ കേസ് പരിഗണിക്കും. ഈ കഴിഞ്ഞ ശനിയാഴ്ച ഇതിലൊരു ശിക്ഷാവിധി ഉണ്ടാകും എന്ന പ്രതീക്ഷ നമുക്കെല്ലാവർക്കും ഉണ്ടായിരുന്നു. എന്നാൽ കൂടുതൽ പഠനത്തിന് ശേഷമായിരിക്കും വിധി ഉണ്ടാവുക എന്ന് കോടതി അറിയിക്കുകയും ഇന്നാണ് ശിക്ഷാവിധി ഉണ്ടാവുക എന്ന് പറയുകയും ആയിരുന്നു. ദീർഘമായ ഒരു ടൈം ലൈനിലുണ്ട് ഈ കേസിന്. അത് ഞാൻ പറഞ്ഞതുപോലെ 2022 ഒക്ടോബറിൽ ആരംഭിക്കുന്ന ഈ ടൈം ലൈൻ വിവിധ ഘട്ടങ്ങളിൽ അന്വേഷണ സംഘം കടന്നുപോയ വിവിധ പ്രതിസന്ധികൾ അടക്കമുണ്ട്. സാക്ഷികൾ ആരും ഇല്ലാതിരുന്നു എന്നതായിരുന്നു ഈ കേസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം. ഗ്രീഷ്മയുടെ വീട്ടിലേക്ക് ഷാരോണിനെ വിളിച്ചു വരുത്തി ഈ ജ്യൂസിൽ മാരകമായ കീടനാശിനി കലർത്തി കൊടുക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിലുള്ള സാക്ഷികൾ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രതിസന്ധിയായി വന്നത്. തുടർന്ന് ഇതിന് മറികടക്കാൻ വേണ്ടി ശാസ്ത്രീയമായ തെളിവുകളടക്കം ശേഖരിക്കുക, ഡിജിറ്റൽ തെളിവുകൾ ശേഖരിക്കുക എന്നുള്ളതായിരുന്നു അന്വേഷണ സംഘം അതിനുവേണ്ടി ഉപയോഗിച്ചത്. അതിൽ ഷാരോണിന്റെ ഫോൺ അടക്കം സ്വീകരിക്കുകയുണ്ടായി. കൂടാതെ ഷാരോണിന്റെ ശരീരത്തിൽ ബാധിച്ചിരിക്കുന്ന കീടനാശിനി ഏതാണ് എന്ന് കണ്ടെത്താൻ സംസ്ഥാനത്തിന് പുറത്തേക്ക് വരെ അന്വേഷണം വ്യാപിക്കുന്ന രീതിയിൽ വിശദമായ ഒരു അന്വേഷണം ഈ അന്വേഷണ സംഘത്തിന്റെ ഒരു പങ്ക് ആ നിലയിൽ അതിൽ പ്രധാനപ്പെട്ടതാണ്. കൂടാതെ ഇതിൽ ഏറ്റവും നിർണായകമായി വന്നത് ഈ അതിർത്തിയിലാണ്, കേരളത്തിന്റെ അതിർത്തിയിലാണ് ഈ സംഭവം നടന്നത്. പ്രത്യേകിച്ച് തമിഴ്നാടിനോട് ചേർന്ന പ്രദേശത്താണ് ഈ സംഭവം നടന്നത്. ഗ്രീഷ്മയുടെ വീട് അതിർത്തി പ്രദേശത്താണ്, തമിഴ്നാടിന്റെ അതിർത്തിക്കുള്ളിൽ വരുന്ന സ്ഥലത്താണ്. അതുകൊണ്ട് തന്നെ ഇത് തമിഴ്നാട്ടിലേക്ക് ഈ കേസ് മാറ്റണം എന്നൊരാവശ്യം പ്രതിഭാഗം ഉന്നയിക്കുകയും തുടർന്ന് ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിൽ വരെ ആ ആവശ്യവുമായി മുന്നോട്ട് പോവുകയും ചെയ്തിരുന്നു. എന്നാൽ ഇതിനെയൊക്കെ അന്വേഷണ സംഘം കൃത്യമായി പ്രതിരോധിക്കുകയുണ്ടായി. ഷാരോണിന്റെ മൊബൈൽ ടവർ ലൊക്കേഷൻ അടക്കം വെച്ചുകൊണ്ട് ഇതുമായി ക്രൈമുകൾ
ഇളവുകളുടെ തുടക്കം സംഭവിക്കുന്നത് കേരളത്തിലാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു ആ വാദത്തെ കൂടി ഖണ്ഡിച്ചുകൊണ്ട് കേരളത്തിൽ തന്നെ ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമം നടന്നത്. കൂടാതെ ഈ കേസിന്റെ ഓരോ ഘട്ടങ്ങളിലും ഗ്രീഷ്മയുടെ പ്രായവും സ്ത്രീയാണെന്നുള്ള പരിഗണനയും അടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇളവുകൾ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഇടപെടൽ പ്രതിഭാഗത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. ഇതിനെയെല്ലാം നിർണായകമായി ഖണ്ഡിക്കുന്ന ഇടപെടൽ അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായി. ഏതായാലും ഈ കഴിഞ്ഞ വർഷം 2023 ഗ്രീഷ്മ ജാമ്യത്തിലാകുന്നത്. ജാമ്യത്തിലായതിനു ശേഷമാണ് കഴിഞ്ഞ ദിവസം കുറ്റക്കാരിയാണ് എന്ന് കണ്ടെത്തിയതോടുകൂടി കോടതി വിധിച്ചതോടുകൂടി വീണ്ടും ജയിലിലാകുന്നത്. ഇന്ന് 11 മണിക്ക് എന്തായാലും ആസൂത്രണം ചെയ്ത് തന്നെയാണ് ഈ കൊല നടത്തിയത് എന്ന് കോടതിയെ ബോധ്യപ്പെടുത്താൻ പ്രോസിക്യൂഷന് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പരമാവധി ശിക്ഷ നൽകണമെന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെടുന്നുണ്ട്. എന്താകും ശിക്ഷാവിധി എന്നത് ഉറ്റുനോക്കുകയാണ്. പ്രായവും വിദ്യാഭ്യാസവും ഒക്കെ കണക്കിലെടുത്ത് ഇളവ് വേണമെന്ന് ഗ്രീഷ്മ ആവശ്യപ്പെട്ടിട്ടുണ്ട്. നമുക്കപ്പോൾ 11 മണിവരെ കാത്തിരിക്കാം വിധി വരാൻ വേണ്ടി.